അടിയൊക്കെ നടന്നതിന് ശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷം പുള്ളി ഡ്രോയിലിരുന്ന് പൈസ എടുത്തിട്ട് 2 മാസം പുള്ളിയെ കാണാനില്ല. 2 മാസം പൈസ തീരുന്നത് വരെ. കഴുത്തിലൊരു മാല അന്വേഷിച്ചോ? അന്വേഷിച്ചു. ഞങ്ങൾ മോർച്ചറിയിൽ ഡെഡ് ബോഡി വരെ പോയി അന്വേഷിച്ചെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഞാൻ കരയുമായിരുന്നു വീട്ടിൽ. എൻ്റെ വെയിനെല്ലാം ഇങ്ങനെ എനിക്ക് സംസാരിക്കും, അത്രയ്ക്ക് ഞാൻ കരഞ്ഞു ഞാൻ. എൻ്റെ വെയിനൊക്കെ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു കൊച്ചിന് എന്ത് ആണെങ്കിലും സാധിച്ചു കൊടുക്കുക, കൊച്ചിൻ്റെ കണ്ണുനീര് ഒഴുക്ക് നിർത്തിയാൽ മാത്രമേ ഇനി മരുന്ന് കൊണ്ട് പ്രയോജനമുള്ളൂ. അത്ര വരെയായി. എൻ്റെ അമ്മ എൻ്റെ കണ്ണുനീര് കണ്ടിട്ട് ടാക്സിയൊക്കെ എടുത്ത് എവിടെയെല്ലാം ചുറ്റും അവിടെയെല്ലാം പോയി അന്വേഷിച്ചു. മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ അനാഥ ജഡത്തെ പോലും പോയി നോക്കി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടായി സംഭവം? 2 മാസം. അയാൾ എവിടെ പോയിരുന്നു പറഞ്ഞോ? ഇതുവരെയും പറഞ്ഞിട്ടില്ല. എവിടെയോ പോയി കറങ്ങിയിട്ട് വന്നു, പൈസ തീർന്നോണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാരും ചോദിച്ചില്ലേ? അതെനിക്കറിയില്ല. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് പോയായിരുന്നു. സ്വന്തം വീട്ടിലേക്ക് പോയി. എന്നുവെച്ചാൽ കാണുന്നില്ലല്ലോ, 10-20 ദിവസമായിട്ടും പുള്ളിയെ കാണുന്നില്ല. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ആഹാരമൊക്കെ കഴിക്കാൻ അവർ പറഞ്ഞു മോളുടെ വീട്ടിൽ പോകുന്നെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. പിന്നെ 2 മാസം കാണാതിരുന്നതിന് വന്നതിന് ശേഷം എൻ്റെ വീട്ടുകാർ പറഞ്ഞു 2 കൂട്ടുകാരും കൂടി സംസാരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന്. അപ്പോൾ അവരുടെ വീട്ടുകാർ എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ സംഭവിക്കും, ഇനിയും സംഭവിച്ചാലോ. അപ്പോൾ എൻ്റെ വീട്ടുകാർ ചോദിച്ചു ഇനിയും സംഭവിച്ചാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നുവെച്ചാൽ അവർ നിസ്സാരം എന്ന് വെച്ചാൽ ഇത് പോയി വരും എന്നുള്ള രീതിയിൽ. അപ്പം എൻ്റെ വീട്ടുകാർ പറഞ്ഞു അങ്ങനെ പറ്റില്ല, അങ്ങനെ എറിഞ്ഞിട്ടിട്ട് പോകുന്നൊരു ഫാമിലിയിൽ നിന്നല്ല ഞങ്ങളെ കുട്ടി അയക്കുന്നത്, അങ്ങനെ പോകാനും പറ്റില്ല, അങ്ങനെ ഞങ്ങൾക്ക് ഈ ബന്ധം വേണ്ടെന്ന് അവർ പറഞ്ഞു, എൻ്റെ വീട്ടുകാർ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഭർത്താവല്ലാതെ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു എനിക്കിത് മാത്രം മതി, എനിക്ക് വേറൊരു പുരുഷനെ നിങ്ങൾ നോക്കരുത്. വീട്ടുകാരെ നിർബന്ധിച്ചു. കൊല്ലത്ത് പോയി അന്വേഷിച്ച് വീട് കണ്ടുപിടിച്ചു, കാര്യങ്ങൾ ചെയ്തു. രാവിലെ 7 മണിക്ക് ചെന്ന് എന്നെ കണ്ട ഉടനെ ഞാൻ പുള്ളി കിടക്കുക. അപ്പോൾ ഞാൻ ചെന്ന് റൂമിൽ ചെന്നപ്പോഴത്തേക്കും കിടക്കും. ഞാൻ ചോദിച്ചു ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്നു നിന്നോട് ഇവിടെ ആര് വരാൻ പറഞ്ഞു, നീ ഈ വീട്ടിലൊന്നും താമസിക്കത്തില്ല എന്നും, എനിക്ക് വീട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. പിന്നെ അവരുടെ അപ്പനാണെങ്കിൽ മകന് വേണ്ടാത്തത് എന്തിനാ എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ പുള്ളി മോന് വേണ്ട, പിന്നെ എന്തിനാ നിങ്ങളുടെ പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നതെന്ന് ചോദിച്ചിട്ട് അവരുടെ അപ്പൻ തെറി പറയാൻ തുടങ്ങി. അപ്പം എൻ്റെ അമ്മ അവരുടെ അപ്പനും അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. അതെല്ലാം സോൾവ് ചെയ്തിട്ട് അവിടെ അയൽവക്കക്കാരൊക്കെ ഇടപെട്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഭർത്താവല്ലേ, ഇനി എന്ത് നന്നാലും നിങ്ങൾ വിട്ടിട്ട് വയ്ക്കോ, അവൾക്ക് താല്പര്യമാണെങ്കിൽ അയൽവക്കക്കാർ പറഞ്ഞു. അമ്മായിമ്മ എന്ത് പറഞ്ഞു? അമ്മായിപ്പനും ഒരുപോലെ തെറി പറയാൻ നിൽക്കുന്നത് എന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോ, അവന് വേണ്ടാന്ന്. ഈ പള്ളിക്കാരോട് പറഞ്ഞു? അതിനുശേഷം പള്ളിക്കാരോട് പറഞ്ഞു. അവരെന്ത് പറഞ്ഞു? അവര് പറഞ്ഞു പിന്നെ കൊച്ചിൻ്റെ ഇഷ്ടം എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഭർത്താവിനെ മതി. എന്നാൽ എൻ്റെ അമ്മയും അപ്പനോടൊക്കെ പറഞ്ഞു എന്നാൽ നിങ്ങൾ വിട്ടിട്ട് പൊയ്ക്കോ, ഇനി എന്ത് വന്നാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, ഈ ഭർത്താവിൻ്റെ വീടല്ലേ, അവൾ അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പോകുമ്പോൾ ഒരു ഡ്രസ്സ് പോലും കൊണ്ട് പോയിട്ടില്ല. ഞാൻ അന്ന് ആ ഡ്രസ്സിൽ തന്നെ നിന്നു. അന്ന് സന്ധ്യ ആയപ്പോഴത്തേക്കും അടുത്ത വീട്ടിലെ 2 ഫ്രണ്ട് ഉണ്ടായിരുന്നു പുള്ളിയുടെ. 2 ഫ്രണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ട് വൈകിട്ടായപ്പോഴത്തേക്കും പുള്ളി വന്നു. രാവിലെ 7 മണിക്ക് ഞങ്ങൾ കയറിയതാ. വൈകിട്ട് 7 മണി വരെ ആ ബെഡിൽ തന്നെ കിടന്നു. ഒന്ന് എഴുന്നേൽക്കും, അല്ലെങ്കിൽ ഈ അപ്പനും അമ്മയും കിടന്ന് തെറി പറയുന്നു, അയൽവക്കക്കാർ കിടന്ന് വഴക്ക് പറയുന്നു, ഒരു ചലനവും ഇല്ല. ആ 7 o'clock വരെ, ഈവനിങ് 7 o'clock വരെ അവിടെ കിടന്നു. വൈകിട്ടായപ്പോഴത്തേക്കും 2 ഫ്രണ്ട്സ് വന്ന് ചോദിച്ചേടാ എത്ര നല്ല കുടുംബത്തിൽ നിന്ന് എത്ര നല്ല പെങ്കൊച്ചിനെയാടാ നിനക്ക് കിട്ടിയത്. സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഉണ്ട്, ഭയങ്കര സുഹൃത്തുക്കളാ, ഡീപ്പായിട്ടുള്ളവർ. അവരുമായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അവർ പറയുന്നു ഞാനാണ് പുള്ളി ഇവിടെ ഇപ്പം പോകത്തില്ല. എന്തെന്ന് വെച്ചാൽ അവരന്നത് പറഞ്ഞില്ലേ, ഒറ്റ വാക്ക് പറഞ്ഞിടാ ഇത്ര നല്ല കൊച്ചിനെ നീ എന്തിനാ ഇങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചത് അപ്പം തന്നെ ഇറക്കി വിട്ടു. ഇറങ്ങടാ പുറത്തെന്ന് പറഞ്ഞു ഫ്രണ്ട്സിനെ. ഇനി നീ ഇവിടെ കയറിയതെന്ന് പറഞ്ഞു. അന്ന് പോയതാ ഫ്രണ്ട്സ്, ഇന്ന് വരെ വന്നിട്ടില്ല.